എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? എനിക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ട്രാക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഇത് ഞങ്ങൾക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ വൈകുന്നേരം. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നടന്നതല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തിരക്കുകൾ കാരണം എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ പ്രോഗ്രാമിനുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ റിഹേഴ്സൽ ഞാൻ കാര്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം കടയിലത്തെ തിരക്ക് കാരണം എനിക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഡൗട്ടായിരുന്നു. ലാസ്റ്റ് ഒന്നോ രണ്ടോ ദിവസത്തെ റിഹേഴ്സൽ മാത്രമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താൽ വലിയ കുഴപ്പമില്ലാണ്ട്, അത്രയും ഞാൻ പറയുള്ളൂ, വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റിയെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അധികം തെറ്റുകൾ വരുത്താണ്ട് തെറ്റിക്കച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനായിട്ടും കൂടുതൽ തെറ്റിച്ചേക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവരാണ് നമ്മുടെ ടീംസ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 9 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടീമാണ്. കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടീമാണ്. ഞങ്ങളുടെ ടീച്ചറുടെ പേര് ഷർമിഷ്ഠ എന്നാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, ടീച്ചർ ഒരു ആക്സിഡൻ്റ് ആയതാണ്. ഇന്ന് ഇപ്പോൾ ഒരു ഓപ്പറേഷന് കയറിയിരിക്കുകയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാലിന് ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളാം കേട്ടോ.